ഇത്ര വലിയ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരാണ്? അവൻ നിന്റെ ശത്രുക്കളെയും തോൽപ്പിക്കും. പക്ഷേ നീ അഹങ്കരിച്ചാൽ ദൈവം നിന്നെ വിട്ടുപോകും. എനിക്ക് ദൈവത്തിന്റെ മഹത്വം അത്രയേറെ എൻ്റെ കുട്ടികൾ ഈ വീട്ടിൽ എത്തിയതാണ്. നീ ജാഗ്രതയോടെ ഇരിക്കാതെ അഹങ്കരിച്ചാൽ എല്ലാം നഷ്ടപ്പെടും. ദൈവത്തിന്റെ മുന്നിൽ നിന്റെ അഹങ്കാരവും അഭിമാനവും ഒന്നും വിലയില്ല. എപ്പോഴും ആളുകളോടോ ദൈവത്തോടോ സംസാരിക്കുമ്പോൾ വിനയത്തോടെ ഇരിക്കുക. ഇതാണ് ഏറ്റവും വലിയ നയം. പാർക്കിൽ എന്ത് സംഭവിക്കാമെന്ന് നോക്കൂ. വെള്ളം ഒഴുകിപ്പോകും, മണൽ നമ്മോടൊപ്പം തന്നെ ഇരിക്കും. നാം വിനയം, വ്രത, അനുസരണയൊക്കെ കാണിച്ചാൽ ദൈവം നമ്മെ വിട്ടുപോകുമോ? അഹങ്കാരമുള്ള വാക്കുകളും അഭിമാനപൂർണമായ ചിന്തകളും ഇതൊന്നും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പ്രയോജനപ്പെടുന്നില്ല. ഇസ്രായേലിയരോട് സംസാരിക്കുമ്പോൾ അവരെ ഒരു മൂഢജാതിയാണെന്ന് പറഞ്ഞിരുന്നു. മൂഢജാതി എന്ന് വിളിക്കപ്പെട്ട സിയോന്റെ പുത്രിമാർ എങ്ങനെ പെരുമാറുന്നു? അവൾക്കാർ കഴുത്ത് ഇളക്കി നടക്കുന്നുവോ? കഴുത്ത് ഇളക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. അവൾക്കാർ നടക്കുന്നതിൽ പോലും അവർ പ്രദർശനം കാണിക്കുന്നു. യെശയ്യാ 3-ാം അധ്യായം വായിക്കുക. അഭിമാനികൾക്ക് ദൈവം എങ്ങനെ പെരുമാറുന്നു എന്നത് അത്യന്തം അത്ഭുതകരമാണ്. പ്രാർത്ഥനയുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയിരിക്കണം? നിൽക്കുകയും അഹങ്കാരത്തോടെ പെരുമാറുകയും ചെയ്യുക. ഹേയ് ദൈവമേ, എനിക്ക് ഇതും വേണം, എനിക്ക് അതും വേണം എന്നിങ്ങനെ ഉത്തരവിടുന്ന രീതി. നിങ്ങൾ പ്രാർത്ഥനയും മറ്റെല്ലാം ചെയ്യുന്നത് പോലെ തന്നെയാണോ ചെയ്യുന്നത്? നാം ഉടൻ മുട്ടുകുത്തിയാൽ അതിന് എന്താണ് അർത്ഥം? അതിന്റെ അർത്ഥം ഞാൻ വിനയപൂർവ്വം നിന്നെ വിളിക്കുന്നു എന്നതാണ്. ഇത് എൻ്റെ കാര്യമല്ല. എൻ്റെ അഹങ്കാരം ഞാൻ സമ്മതിക്കുന്നു. ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല. ഹേ പ്രഭുവേ, ഞാൻ എൻ്റെ കാലിൽ നിൽക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മുന്നിൽ ഞാൻ മുട്ടുകുത്തേണ്ടി വരുന്നു. ഇതാണ് ശരീരഭാഷ.